നമസ്കാരം, ഞാൻ രവീന്ദ്രൻ ആശാൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആനച്ചുവടി എന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന ആനച്ചുവടി ഇപ്പം ഏകദേശം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. ഒരു കളച്ചെടിയായി ഇതിനെ ആൾക്കാർ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഇതിന് ആനേഡിയൻ, ഗോജിഖ്വ, പശുനാക്ക് എന്നൊക്കെ ഈ ചെടിയെ അറിയപ്പെടുന്നുണ്ട്. ആസ്റ്ററേസി കുടുംബാംഗമായ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എലിഫൻറ്റസ് കാർബർ എന്നാണ്. ലോകത്താകമാനം 32 തരം സ്പീഷീസുകളുണ്ട്. അതിൽ എലിഫൻറ്റസ് ഈസ്റ്റ് കാർബർ എന്ന ഒരിനം മാത്രമേ ഭാരതത്തിലുള്ളൂ. ഭാരതത്തിൽ സുലഭമാണ്, കേരളത്തിലും സുലഭമായി ലഭിക്കുന്നതാണ്. ഈ ഔഷധ സസ്യത്തിൽ മനുഷ്യന് ഗുണകരമായ അനേകം സൈറ്റോ കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 10 ആനച്ചുവടി തൈ എങ്കിലും നമ്മുടെ വീട്ടു പരിസരത്ത് നട്ടു വളർത്തിയാൽ പലവിധ രോഗങ്ങൾക്കും ഔഷധമായി അതിനെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ശാസ്ത്രീയമായ പഠനങ്ങളിൽ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ക്യാൻസർ, ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതുപോലെ തന്നെ കാർഡിയോ പ്രൊട്ടക്റ്റീവ്, അങ്ങനെ തുടങ്ങി അനേകം ഗുണങ്ങൾ ഈ ഔഷധ സസ്യത്തിന് ഉള്ളതായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഔഷധ സസ്യം നാട്ടറിവ് പ്രകാരം ഹൃദയം, തലച്ചോറ് തുടങ്ങിയ അവയവങ്ങൾ വരുന്ന പലവിധ രോഗങ്ങൾക്കും ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. പൈൽസ്, മൂലരോഗങ്ങൾ, വെള്ളപ്പോക്ക്, വയറിളക്കം, അബോർഷൻ, പാമ്പുവിഷം, മലാശയ ക്യാൻസർ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് ഇത് ഉത്തമ ഔഷധമായി പല വൈദ്യന്മാരും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇത് ഒരു ജൈവകാന്തമാണ് എന്ന് മാത്രമല്ല, ഇത് ഭക്ഷ്യയോഗ്യവുമാണ്. ഇതിൻ്റെ ചില ലഘുവായ ഔഷധ പ്രയോഗങ്ങൾ പറയാം. ആനച്ചുവടി ഉണക്കിപ്പൊടിച്ച് സൂക്ഷ്മ ചൂർണമാക്കി 5 ഗ്രാം വീതം രാവിലെയും വൈകുന്നേരവും ചൂടുവെള്ളത്തിൽ സേവിച്ചാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഒന്നും തന്നെയും ഉണ്ടാകുകയില്ല. ആനച്ചുവടി അരച്ച് കരിപ്പെട്ടിയും അരിപ്പൊടിയും ചേർത്ത് അട ഉണ്ടാക്കി സേവിച്ചാൽ മൂലരോഗങ്ങൾ, പൈൽസ് തുടങ്ങിയ രോഗങ്ങളെല്ലാം മാറിപ്പോകുന്നതാണ്. 30 ഗ്രാം നല്ലെണ്ണയിൽ ആനച്ചുവടി ഇല ഞവിടി പിഴിഞ്ഞ് ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ അർശസ് മാറുന്നതായിരിക്കും. ആർത്തവം നിന്ന സ്ത്രീകൾക്ക് വരുന്ന ചുട്ടുനീറ്റൽ, ചില സ്ത്രീകൾക്ക് ആർത്തവം നിൽക്കുമ്പോൾ ശരീരം മുഴുവൻ തീ പിടിച്ചതുപോലെ തോന്നും. അങ്ങനെ വരുന്ന അസുഖമുള്ളവർക്ക് ഇതിൻ്റെ ഇല അരച്ച് ശരീരത്തിൽ പുരട്ടിയാൽ ആ ചുട്ടുനീറ്റൽ നിശേഷം മാറിപ്പോകുന്നതാണ്. ഓരില പാൽക്കഷായം വച്ച് അതിൽ ആനച്ചുവടി അരച്ചു ചേർത്ത് കഴിച്ചാൽ ഹൃദയ സംബന്ധമായ അസുഖം വരികയില്ല. അങ്ങനെ ഹൃദയത്തിനും അതുപോലുള്ള പലവിധ അസുഖത്തിനും ഇത് ഗുണകരമാണ്. അതുപോലെ തന്നെ ആനച്ചുവടി ഇലയുടെ 20 ml നീരും ആനച്ചുവടി വേരിൻ്റെ 20 ml നീരും 1.5 ലിറ്റർ മോരിൽ കലർത്തി കാച്ചി വറ്റിച്ച് 400 മില്ലി ആക്കി അതിൽ 100 മില്ലി വീതം സേവിച്ചു കഴിഞ്ഞാൽ വയറുകടി, ഇൻഫെക്ഷൻ തുടങ്ങിയ അസുഖങ്ങൾ മാറിപ്പോകുന്നതാണ്. ഇനി വിശ്വാസപരമായിട്ടുള്ളതും അനുഭവസ്ഥവുമായ ഒരു കാര്യം പറയാം. ആനച്ചുവടി നല്ല വലിപ്പമുള്ള ആനച്ചുവടി കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൻ്റെ 4 ചുറ്റും കെട്ടിത്തൂക്കി കഴിഞ്ഞാൽ പലവിധ സാംക്രമിക രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് പൊക്കൻ പോലുള്ള അസുഖങ്ങൾ വരികയില്ല. പൊക്കൻ ഉള്ള വീടുകളിൽ ആ രോഗി കിടക്കുന്ന കിടക്കയുടെ 4 ഭാഗത്തും ഈ ആനച്ചുവടി വയ്ക്കേണ്ടതാണ്. ഉണങ്ങി കഴിയുമ്പോൾ അതിനെ മാറ്റി വീണ്ടും വേറെ വച്ചു കൊടുക്കണം. അങ്ങനെ നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പൊക്കൻ പോലുള്ള അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. ശരീരത്തിലെ പ്രതിരോധ ശക്തി വളരെയധികം വർദ്ധിപ്പിക്കുന്ന
ഒരു ഔഷധ സസ്യമാണ് ആനച്ചുവടി. ആനച്ചുവടിയെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത അനേകം ഗുണഗണങ്ങളും ഔഷധ പ്രയോഗങ്ങളും ഉണ്ട്. അവയെല്ലാം വിശദമായി അറിയണം എന്നാഗ്രഹമുള്ളവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. എൻ്റെ ഈ ലഘു പ്രഭാഷണം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.